അതിനെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥിക്കുക മാത്രം. അല്ലാതെ അത് ഒന്നും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ജനിച്ചവരിൽ കാണുന്ന കഞ്ചനേറ്റലാണ്, മനസ്സിലായി? അതെന്ത് ചെയ്യാൻ പറ്റില്ല. മറ്റേ നമ്മൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കും, അവർക്ക് ഹെർണിയ വരാം. ജിമ്മിൽ പോകുന്ന ആൾക്കാർ യങ് ഏജിലെ സ്പോർട്സ് ആക്ടിവിറ്റീസിലുണ്ട്. ഇപ്പോൾ കുറേ പിള്ളേർ വരുന്ന, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കൊച്ചു പിള്ളേരിൽ ഒരു 18 വയസ്സൊക്കെ ആവുന്ന സൈക്ലിങ്ങിനൊക്കെ പോയിട്ട് വരുന്നവരുണ്ട്. അവർക്ക് പെട്ടെന്നാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാനാണ്? നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെ ട്രീറ്റ് ചെയ്യണം, ഒരു പ്രിക്കോഷനും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതിനകത്ത് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, സ്ട്രെയിനിങ് ഉള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു പ്രോഗ്രാം അവിടെ നമുക്ക് ചെയ്യാം. പിന്നെ ചുമ കാര്യങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള ചുമയുള്ള ഒരാളാണ്, കുറേ നാളായിട്ട് ചുമയുള്ള ഒരാളാണ്, അപ്പോൾ ചിലർ സ്മോക്കർ ആയിരിക്കും. സ്മോക്കർ ആകുമ്പോഴേക്കും ആ സ്മോക്കിംഗ് പല കോസുകളുണ്ടാക്കാം. ഒന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചുമ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ ചുമ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, ചുമ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ പറയുന്ന പകുതി പ്രശ്നം അവിടെ തീരും. പിന്നെ സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ബാക്കിയുള്ള ഇപ്പം എക്സസൈസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും പ്രിക്കോഷണറി ആയിട്ട് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ധരിക്കാൻ പറ്റും. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സെക്കൻഡറി ആയിട്ടുള്ള, നേരത്തെ ചോദിച്ചത് ഞാൻ പറഞ്ഞത്, അതിപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്. ഇതേപോലത്തെ കാര്യങ്ങളുള്ളവരുണ്ട്. അതായത് നമുക്ക് നോർമൽ അല്ലാതെ കോൺസ്റ്റിപ്പേഷൻ വരുന്നത്, സിഗരറ്റ് വലി കൂടുന്നവരിൽ ചുമയുള്ളത്, ശ്വാസം മുട്ടുള്ളത്, അതായത് വയറിനകത്ത് ഏതൊക്കെ പ്രഷർ കൂടുന്ന പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത്, അതായത് യു ഹാവ് ഹാവിങ് സം പ്രോബ്ലംസ്, ഇങ്ങനത്തെ കാര്യം അത് അവോയ്ഡ് ചെയ്യും. അത് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്യും. ഈ ചെറുതായിട്ട് വീക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്രഷർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഹെർണിയ വരാതിരിക്കുന്നത്. ചുമ, ഈ കോൺസ്റ്റിപ്പേഷൻ, ശ്വാസം മുട്ടൽ, ഈ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ബെൽറ്റ്, അതൊക്കെ നമുക്ക് സെക്കൻഡറി കാര്യം, അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. കറക്റ്റായിട്ട് ബെൽറ്റ് ഇടണം. കറക്റ്റായിട്ട് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോൾ മസിൽ ടയർ വരാം, ടയർ ആയിട്ട് ഹെർണിയ വരാം. അതാണ് കൂടുതലും ജിമ്മിലുള്ളവർ കാണുന്നത്.